ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് നമ്മുടെ റീസെൻ്റ് ആയിട്ട് വൈറലായിട്ടുള്ള ഒരു പ്രൈമറാണ് കേട്ടോ. ഇത് വെറും പ്രൈമർ അല്ല, ഇതിനെ പറയുന്നത് തന്നെ ഗ്ലോ ക്ലോക്ക് എന്നാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രൈമർ മറ്റൊന്നുമല്ല, മാഴ്സിൻ്റെ ഗ്രിപ്പിംഗ് പ്രൈമറാണ്. ഈ ഒരു പ്രൈമറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൈസിലേക്ക് നമുക്ക് ഫസ്റ്റ് പോവുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ച സമയത്ത് 299 ആയിരുന്നു. ഇപ്പോൾ ഓൺലൈനിലൊക്കെ ഇതിൻ്റെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്, 349 ആ റേഞ്ചിലൊക്കെയാണ്. പക്ഷേ നമുക്ക് അത്ര എമൗണ്ട് കൊടുക്കേണ്ട, ഒരു 250 അല്ലെങ്കിൽ 230 സംതിങ്ങിനൊക്കെ കിട്ടും കേട്ടോ. ഇപ്പോൾ അത്യാവശ്യം ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഷെൽഫ് ലൈഫിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 4 ഇയേഴ്സ് ഓഫ് ഷെൽഫ് ലൈഫാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്കൊരു ഡൂയി ആയിട്ടുള്ളൊരു ഫിനിഷാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്ന് ഗ്ലോയിങ് ആക്കി നിർത്താൻ വേണ്ടി ഈ ഒരു പ്രൈമർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ. നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. മാഴ്സിൻ്റെ വൈറലായിട്ടുള്ള ഗ്രിപ്പിംഗ് പ്രൈമറാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു പമ്പ് ബേസ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് നീഡഡ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്റ്റ് ഞാൻ എൻ്റെ കയ്യിൽ ജസ്റ്റ് ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ് എൻ്റെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുന്നത്. ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. അത്യാവശ്യം അഫോർഡബിൾ പ്രൈസാണ്. ഇത് ഞാൻ വാങ്ങിച്ച സമയത്ത് 299 ഒക്കെ ആയിരുന്നു. ഇപ്പോൾ കുറച്ച് എമൗണ്ട് 300 ആൻഡ് സംതിങ് ആയിട്ടുണ്ട്. എങ്കിലും അഫോർഡബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നമുക്ക് കുറച്ച് അപ്ലൈ ചെയ്താൽ മതി. നല്ലൊരു ക്ലീൻ ബേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴേ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഒലിച്ചു പോവുകയോ ഡ്രൈനെസ്സോ ഒന്നും തന്നെ നമ്മുടെ സ്കിന്നിൽ ഒക്കറാക്കില്ല. നല്ലൊരു സ്മൂത്ത് ഫിനിഷ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷനിൽ നമുക്ക് ചെറിയ നല്ല തോതിൽ ഒരു സ്റ്റിക്കി, ചെറുതല്ല അത്യാവശ്യം നല്ല തോതിലൊരു സ്റ്റിക്കി ഫീൽ തോന്നും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അത് അത്ര വലിയ പ്രശ്നമായിട്ട് തോന്നുകയില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈമർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നല്ലൊരു കണ്ടില്ലേ, ഒരു ഹൈലൈറ്റിംഗ് ആയിട്ട് എൻ്റെ ഫേസ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും വീഡിയോയിൽ തന്നെ. നല്ലൊരു ഗ്ലോ, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഈ ഒരു നോസിൻ്റെ ഏരിയയും ചീക്കിൻ്റെ ഏരിയയൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് എടുത്ത് നിൽക്കുന്നതായിട്ടൊരു ഫീലില്ലേ. ഫൗണ്ടേഷൻ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി നല്ലൊരു ബേസ് നൽകും. ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് ആ ഒരു മേക്കപ്പ് എന്ന് പറയുന്നത് നല്ല ഫ്ലോലെസ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ നല്ലൊരു ക്ലീൻ ആൻഡ് ക്ലിയർ ഒരു സ്മൂത്ത് ബേസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഫൗണ്ടേഷൻ അല്ല, നമ്മുടെ പ്രൈമർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല രീതിക്ക് എൻ്റെ ഫേസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ. കുറച്ച് നേരത്തേക്ക് ഭയങ്കര സ്റ്റിക്കി പോലെ ഫീൽ ചെയ്യും കേട്ടോ. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഓവർ സ്റ്റിക്കി ആയിട്ട് ഫീൽ ചെയ്യല. ഇതിൻ്റെ ഒരു പാക്കേജ് ഉണ്ടായിരുന്നു. ആ ഒരു പാക്കേജ് ഞാൻ ജസ്റ്റ് നിങ്ങളെ എൻ്റെ ഫേസിൽ വെച്ച് കാണിക്കാം. അല്ലെങ്കിൽ ഈ ഒരു പാക്കേജ് അല്ല, വേറെ ഒരു പാക്കേജ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം. കണ്ടില്ലേ, ഇതേപോലെ നമ്മുടെ സ്കിന്നിൽ നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും. അപ്പോൾ ഫൗണ്ടേഷൻ നല്ല രീതിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മേക്കപ്പ് നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഒട്ടും തന്നെ ഡ്രൈയോ അല്ലെങ്കിൽ കേക്കി, എന്താ പറയുക, വിയർത്തൊലിച്ചു പോകാമെന്നുള്ള സിറ്റുവേഷനൊക്കെ ഓയിലി സ്കിന്നുകാർക്ക് ഉണ്ടല്ലോ, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രൈമർ കൂടിയാണ്. അപ്പോൾ ഈ ഒരു പ്രൈമർ അഫോർഡബിൾ ആണ്. 3 സംതിങ് എമൗണ്ട് ഉള്ളൂ വരുന്നുള്ളൂ. 349 റുപ്പീസ് എങ്ങാണ്ടാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഓഫർ ഉണ്ട് കേട്ടോ, നല്ല രീതിക്ക് ഓഫേഴ്സ് ഉണ്ട്. ഞാനിത് വാങ്ങിച്ച സമയത്ത് എനിക്ക് നല്ല ഓഫർ, എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിക്ക് ഓഫറിലാണ് കിട്ടിയിട്ടുള്ളത്. എത്രയാണ് എമൗണ്ട് എന്ന് എനിക്ക് മറന്നുപോയി. പക്ഷേ ഇതിൻ്റെ ആക്ച്വൽ റേറ്റ് വന്നിട്ടുള്ളത് 299 ആണ്. മാഴ്സിൻ്റെ ഈ ഒരു വൈറലായിട്ടുള്ള ഗ്രിപ്പിംഗ് പ്രൈമർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നല്ല ഡ്യൂയി സ്കിന്നാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഷീർ കളറാണ്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ വിത്ത് ഇൻഫ്യൂഷൻ ഓഫ് വാട്ട് എന്നാണ് നോക്കുന്നതെങ്കിൽ ഇൻഫ്യൂഷൻ ഓഫ് ഗ്രീൻ ടീ ആണ് കേട്ടോ. അത് കൂടാണ്ട് മറ്റു പല ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നമ്മൾ പ്രൈമർ യൂസ് ചെയ്യുമ്പം ആദ്യമേ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ടുള്ള പ്രൈമേഴ്സ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓയിൽ സ്കിൻ ആണെങ്കിലും ഡ്രൈ സ്കിൻ ആണെങ്കിലും നോർമൽ സ്കിൻ ആണെങ്കിലൊക്കെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൈമേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് പറയുകയാണെങ്കിൽ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പം, അതായത് പ്രൈമറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സ്റ്റേയിങ് പവർ കൂട്ടുക. അതായത് നമ്മളൊക്കെ മേക്കപ്പ് ചെയ്യുന്നതോട് മുന്നോടിയായിട്ടാണ് പ്രൈമർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ യൂസ് ചെയ്യുമ്പം, അതായത് ഇനിയിപ്പോൾ ഓയിലി സ്കിന്നുകാരാണ് ഒരു പ്രൈമർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവരുടെ സ്കിന്ന് ഓയിലി ആക്കാനോ അല്ലെങ്കിൽ ഡ്രൈനെസ് കൊണ്ടുവരാനോ ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും, പ്രിവെൻറ്റ് ചെയ്യും. അതായത് ഡ്രൈനെസ്സും ഓയിലിനെസ്സൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ത്രൂ ഔട്ട്, അതായത് ഫ്ലോലെസ് ആയിട്ടുള്ള ഒരു ഫിനിഷ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രൈമർ ഹെൽപ്പ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളൊരു ഓയിലി സ്കിന്നാണെങ്കിൽ എപ്പോഴും മാറ്റിഫൈങ് ആയിട്ടുള്ള പ്രൈമേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രൈമേഴ്സ് നമുക്ക് പല വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. മാറ്റിഫൈയും അതോടൊപ്പം തന്നെ ക്രീമി ടെക്സ്ചർ, ജെൽ ടെക്സ്ചർ. അപ്പോൾ അവനവൻ്റെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് സ്കിൻ കണ്ടീഷനും ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ പ്രൈമറി ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്.
പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ മേക്കപ്പ് റുട്ടീനിലാണ് പ്രൈമർ നോർമലി അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ പ്രൈമർ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഓൾറെഡി ഞാൻ പറഞ്ഞു ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമ്മുടെ മേക്കപ്പ് ത്രൂ ഔട്ട് ദ ഡേ നല്ല രീതിക്ക് നിൽക്കുമെന്ന്. അത് കൂടാണ്ട് നമ്മുടെ സ്കിന്നിൽ ഡൾനെസ് ഒക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് നല്ല രീതിക്ക് മേക്കപ്പ് ത്രൂ ഔട്ട് ദ ഡേ നിൽക്കുമ്പോൾ ആ ഒരു ഡൾനെസ് ഒക്കെ നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ പ്രൈമറിൻ്റെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ആയിട്ടുള്ള ഒരു ബേസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു സർഫസ്. ഒരു പ്രൈമർ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫൗണ്ടേഷൻ നമ്മുടെ ബാക്കി മേക്കപ്പ് റുട്ടീൻ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിക്ക് ആ ഒരു മേക്കപ്പിൻ്റെ ഡിഫറൻസ് നമുക്ക് തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒട്ടും തന്നെ കേക്കിയോ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഒരു മാതിരി രീതിക്ക് നമ്മുടെ ഫേസ് ഒന്നും പാച്ചി ഒന്നും ആയിട്ടിരിക്കുകയല്ല കേട്ടോ. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ പ്രൈമർ യൂസ് ചെയ്യണം. അതായത് നമ്മൾ എവറിഡേ മേക്കപ്പ് റുട്ടീനിൽ പ്രൈമർ യൂസ് ചെയ്യേണ്ടെന്ന് ചിലർ പറയും. പക്ഷെ നിങ്ങൾക്ക് ഓഫീസിലൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരു പ്രൈമർ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ആ ഒരു ഫ്രഷ്നെസ് അല്ലെങ്കിൽ നമ്മുടെ മേക്കപ്പ് ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് എന്താ പറയുക, ആ രാവിലെ അപ്ലൈ ചെയ്ത പോലെ തന്നെ നമുക്ക് വൈകുന്നേരം വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതോടൊപ്പം തന്നെ അഫോർഡബിൾ ആയിട്ടുള്ള പല പ്രൈമേഴ്സും നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു പ്രൈമർ ഞാനിപ്പോൾ വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി കേട്ടോ. കുറേ നാളായിട്ട് റിവ്യൂ എടുക്കണം എന്ന് ഇങ്ങനെ വിചാരിച്ച് ഇങ്ങനെ വെച്ചിരുന്ന ഒരു പ്രൊഡക്റ്റാണ്. റീസെൻ്റ് ആയിട്ട് വളരെ ട്രെൻഡിങ് ആൻഡ് വൈറലായെന്ന് ഈയിടയ്ക്ക് ഞാൻ ജസ്റ്റ് ഇതിനി ചെയ്താലോ എന്നുള്ള രീതിക്ക് ചെയ്യാൻ വേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നോക്കുന്ന സമയത്താണ് യൂട്യൂബിൽ കണ്ടത് ഭയങ്കര ട്രെൻഡിങ് ആൻഡ് വൈറലായിരുന്നു എന്ന്. ഈ ഒരു പ്രൊഡക്റ്റ് എനിക്ക് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കിട്ടിയത് കേട്ടോ. അതായത് ഞാൻ ഷോപ്സിയിൽ നിന്നെങ്ങാണ്ടും ആണെന്ന് തോന്നുന്നു പർച്ചേസ് ചെയ്തത്. അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്രൈമർ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു പ്രൈമർ പമ്പ് ബേസ് ആയിട്ടുള്ള ഒരു ട്യൂബാണ്. പക്ഷേ ഇതിൻ്റെ പമ്പ് ബേസിലാണ് വരുന്നത് കേട്ടോ. നമ്മളിങ്ങനെ പമ്പ് ചെയ്തെടുക്കുകയാണ് പ്രൊഡക്റ്റ്. മാൾസിൻ്റെ ഈ ഒരു ഗ്രിപ്പിംഗ് പ്രൈമർ നമുക്ക് പമ്പായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഇങ്ങനെ പമ്പ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് ഒരു സ്റ്റിക്കി ഫീലൊക്കെ തോന്നും. പിന്നെ ഇതിൻ്റെ ടെക്സ്ചർ വൈസ് നോക്കുകയാണെങ്കിൽ ഒരു വാട്ടർ ലൈക്ക് ടെക്സ്ചറാണ്. അപ്പോൾ നല്ലൊരു സ്റ്റിക്കി ഫീൽ നമുക്ക് കണ്ടില്ലേ, ഒരു സ്റ്റിക്കി ഫീലൊക്കെ തോന്നും. പക്ഷേ കുറച്ച് നേരം കഴിയുമ്പം ഓവർ സ്റ്റിക്കി ഫീലായിട്ട് തോന്നുകയില്ല കേട്ടോ. പിന്നെ ശരിക്കും ഇതൊരു ലോങ് ലാസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മൾ പ്രൈമർ ചൂസ് ചെയ്യുമ്പം ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മേക്കപ്പ് എന്താണെന്ന് ഫസ്റ്റ് തന്നെ നമ്മൾ ഉറപ്പിച്ചിരിക്കണം. എന്നിട്ട് വേണം നമ്മൾ അതിന് പറ്റിയ പ്രൈമേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്പ്രേ, ജെൽ, ക്രീം ഒക്കെ പലതരത്തിലുള്ള പൗഡേർഡ് ആയിട്ടുള്ളൊക്കെ പ്രൈമേഴ്സ് അവൈലബിൾ ആണ്. സോ എപ്പോഴും നമ്മുടെ സ്കിൻ കണ്ടീഷൻ ആൻഡ് കൺസേൺ അനുസരിച്ചിട്ടുള്ള പ്രൈമേഴ്സ് ചൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രൈമേഴ്സ് യൂസ് ചെയ്താൽ ത്രൂ ഔട്ട് ദ ഡേ നമുക്ക് നല്ല രീതിക്ക് മേക്കപ്പ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതോടൊപ്പം തന്നെ ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പോഴ്സ് ഒക്കെ എൻലാർജ്ഡ് ആയിട്ടുള്ള പോഴ്സ് ഒക്കെ മിനിമൈസ് ചെയ്യാനും ഫൈൻ ലൈൻസും ബ്ലെമിഷേഴ്സ് ഒക്കെ ഒന്ന് ഹൈഡ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, നമ്മൾ പ്രൈമേഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ നോർമലി നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സ്കിൻ കെയർ ചെയ്തിട്ടുണ്ടാവണം. അതായത് ക്ലെൻസ് ചെയ്യും, ടോണർ ഓർ സെറം അപ്ലൈ ചെയ്യും. ആഫ്റ്റർ ദാറ്റ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യും. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ ആ ഒരു മോയ്സ്ചറൈസർ ഒന്ന് പിടിക്കാനുള്ള ടൈം കൊടുക്കുക. അതിനുശേഷം വേണം നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സൺസ്ക്രീനും കുറച്ച് നേരം നിങ്ങൾ കൊടുക്കുക, നന്നായിട്ട് നമ്മുടെ സ്കിന്നിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. അതിനുശേഷം വേണം പ്രൈമർ യൂസ് ചെയ്യാൻ. നമ്മൾ എപ്പോഴും മേക്കപ്പ് റുട്ടീനിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയ്ക്കാണ്, ഒരു ബേസ് എന്ന നിലയ്ക്കാണ് നമ്മളൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ക്യാൻവാസ് കിട്ടാന്നുള്ള രീതിക്കാണ് നമ്മൾ പ്രൈമേഴ്സ് യൂസ് ചെയ്യുന്നത്. സോ പ്രൈമർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അല്ലെങ്കിൽ ഒരു മിനിമം 5 മിനിറ്റെങ്കിലും നിങ്ങൾ ഈ ഒരു പ്രൈമർ നമ്മുടെ സ്കിന്നിലേക്ക് പിടിക്കാനുള്ള ടൈം കൊടുക്കണം. ഒന്ന് സിറ്റ് ചെയ്യാനുള്ള സമയം കൊടുക്കണം. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യാവുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഡയറക്റ്റ് പ്രൈമർ ഇട്ടു ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഫൗണ്ടേഷൻ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യില്ല. അതോടൊപ്പം തന്നെ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ഫിനിഷും പ്രൊവൈഡ് ചെയ്യാല്ല. അപ്പോൾ ശരിക്കും പ്രൈമേഴ്സ് നല്ല രീതിക്ക് അപ്ലൈ ചെയ്തിട്ട് കുറച്ച് നേരം നമ്മുടെ സ്കിന്നിൽ പിടിക്കാനുള്ള ആ ഒരു ടൈം കൊടുത്തില്ലെങ്കിൽ നമ്മൾ അല്ലാണ്ട് മേക്കപ്പ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും. പ്രൈമർ ഇട്ടതിൻ്റെ യാതൊരുവിധ ബെനിഫിറ്റും നമ്മുടെ സ്കിന്നിന് കിട്ടില്ല. എത്ര പമ്പ് പ്രൊഡക്റ്റ് നമ്മൾ എടുക്കണം എന്ന് നോക്കുകയാണെങ്കിൽ 1 or 2 മതിയാവും കേട്ടോ. മാക്സിമം 3 മതി. ഓവറായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. പാക്കേജ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതേപോലത്തെ ഒരു കാർഡ്ബോർഡ് ബേസ്ഡ് പാക്കേജിംഗ് ആണ്. നല്ലൊരു ക്ലാസിക് ആയിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പ്രൊഡക്റ്റ് ഉണ്ട്. ഇതിൻ്റെ ML വൈസ് ഞാനിപ്പോൾ നോക്കിയിട്ട് പറയാം കേട്ടോ. 30 ml ഓഫ് പ്രൊഡക്റ്റിനാണ്. ഞാൻ വാങ്ങിച്ച സമയത്ത് 299 ആയിരുന്നു. പക്ഷേ എനിക്ക് 299 കൊടുക്കേണ്ട വന്നില്ല. പിന്നെ ഇപ്പോഴത്തെ റേറ്റ് നോക്കുകയാണെങ്കിൽ അതായത് 349 46 മറ്റോ ആണ്. പക്ഷേ അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സൊക്കെ ഉണ്ട്. ഓൺലൈനിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അപ്പോൾ വ്യൂ പ്രൊഡക്റ്റിൽ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി അതോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു റേഡിയൻ്റ് ആയിട്ടുള്ളൊരു ഗ്ലോ ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. നല്ല രീതിക്ക് ലോങ് ലാസ്റ്റിംഗ് തന്നെയാണ് ഇവർ ക്ലെയിം ചെയ്തിട്ടുള്ള പോലെ തന്നെ. പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ്. വേറെ പല
പ്രൈമേഴ്സിൻ്റെയും റേറ്റ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് റേറ്റാണ് ഫേസസ് കാനഡ പോലത്തുള്ള പ്രൈമേഴ്സൊക്കെ. ഇത് പക്ഷേ നമുക്ക് നല്ല റിസൾട്ടും നൽകും, അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസുമാണ്. അപ്ലൈ ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കി ഫീൽ ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് ഒട്ടും അൺകംഫോർട്ടബിൾ ആയിട്ട് തോന്നില്ല. അതോടൊപ്പം തന്നെ വാട്ടർ ലൈക്ക് ടെക്സ്ചർ ആണെന്ന് നേരത്തെ ഞാൻ നിങ്ങളെ കാണിച്ചല്ലോ. എക്സാക്ട്ലി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ സ്നെയിൽ മ്യൂസ് ഒക്കെ പോലത്തെ ഒരു ടൈപ്പ് ഓഫ് ടെക്സ്ചർ ആണ്. പിന്നെ നല്ല രീതിക്ക് ഫൗണ്ടേഷൻ സ്റ്റിക്ക് ഓൺ ചെയ്യും, നല്ലൊരു റേഡിയൽ ലുക്ക് നൽകും, ലോങ് ലാസ്റ്റിംഗ് ആണ്. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഇതിൽ ഗ്രീൻ ടീ മാത്രമല്ല കേട്ടോ, വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, ഹൈലറോണിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മോയ്സ്ചറൈസേഷൻ ഹൈഡ്രേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യും നമ്മുടെ സ്കിന്നിന്. പിന്നെ ഹെൽത്തിയർ ആയിട്ടുള്ള ലുക്കിംഗ് റേഡിയൻസ് ആണ് നമുക്ക് ബേസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുള്ള ഹെൽത്തിയർ ലുക്കിംഗ് ബേസ് ആൻഡ് പ്രൊവൈഡ് ഗ്ലാസി ഗ്ലോ, നല്ലൊരു ഗ്ലാസി ആയിട്ടുള്ള ഒരു ഗ്ലോ തരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ എ, ഹൈലറോണിക് ആസിഡ്, പിന്നെ നിയാസിനമൈഡ് ഇൻക്ലൂഡ് ആണ്, വൈറ്റമിൻ ഇ ഉണ്ട്. ഇത്രയും ഇൻഗ്രീഡിയൻസ് പ്ലസ് ഗ്രീൻ ടീയുടെ എക്സ്ട്രാക്റ്റ് ആണ് ഈ ഒരു പ്രൈമറിലുള്ളത്. പിന്നെ അവർ മെൻഷൻ ചെയ്തിട്ടുള്ളത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് പ്രൊവൈഡ് ചെയ്യുന്നു, നമ്മുടെ മേക്കപ്പ് നല്ല രീതിക്ക് ലോങ് ലാസ്റ്റ് ചെയ്യുന്നു. റെഡ്യൂസ് ദ ഫൈൻ ലൈൻസ് ആൻഡ് പോഴ്സ് വൈൽ ഓൾസോ ഡബിൾ ആസ് മോയ്സ്ചർ, അതായത് മോയ്സ്ചറൈസർ പോലെ തന്നെ ആക്ട് ചെയ്യുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ദിസ് പ്രൈമർ പ്രൊവൈഡ് എ ടാക്കി ബേസ് ഫോർ യുവർ ഫൗണ്ടേഷൻ ടു സ്റ്റിക്ക് ഓൺ, ഫൗണ്ടേഷൻ നല്ല രീതിക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുള്ള കാര്യങ്ങളാണ്. ആൻഡ് ഹെൽപ്പ് ഇൻ മേക്കിംഗ് യുവർ മേക്കപ്പ് ലുക്ക് ഫ്ലോലെസ് ത്രൂ ദ ഡേ, അതായത് ത്രൂ ഔട്ട് ദ ഡേ മേക്കപ്പ് നല്ല രീതിക്ക് ഫ്ലോലെസ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മാൾസിൻ്റെ വൈറലായിട്ടുള്ള ഗ്രിപ്പിംഗ് പ്രൈമറിനെ കുറിച്ചിട്ട് ഉള്ള ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരയ്ക്കും ടാറ്റാ.